ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈക്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് തിങ്കളാഴ്ച പുതിയൊരു ട്രേഡിംഗ് വീക്കിലേക്കാണ് കടക്കുന്നത്. നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ഏതായാലും ഇന്നിപ്പോൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ ആഴ്ചയുടെ ആദ്യം എക്സ്ട്രീംലി പോസിറ്റീവ് ആയിട്ടൊരു വിപണി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം തുടക്കത്തിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിലടക്കം പരിശോധിക്കുമ്പോഴേക്കും ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ഇൻഡിക്കേറ്റ് ചെയ്തത്. പക്ഷെ ആ ഒരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു എങ്കിൽ പോലും അതിനെയും പ്രതീക്ഷകളെ മറികടന്നുകൊണ്ടുള്ളൊരു കുതിപ്പാണ് ഈ നിമിഷങ്ങളിൽ നമുക്കിപ്പോൾ വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കൃത്യമായി പറയുകയാണെങ്കിൽ പഹൽഗാം അറ്റാക്ക് മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കും കഴിഞ്ഞ ഒരു 2 മുതൽ 3 ആഴ്ചകളായിട്ട് വിപണിയിൽ ആകമാനം ഒരു അനിശ്ചിതാവസ്ഥ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ പ്രത്യേകിച്ചും കഴിഞ്ഞൊരു വെള്ളിയാഴ്ച നമ്മൾ ഓപ്പണിംഗ് അവേഴ്സ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് പരിശോധിക്കുമ്പോഴേക്കും ഒരു കൃത്യമായിട്ട് യുദ്ധത്തിലേക്ക്, ഒരു ഓപ്പൺ വാറിലേക്ക് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും നീങ്ങും എന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയായിരുന്നു പുറത്തു വന്ന് അതിന്റെ ഒരു റിയാക്ഷൻ വിപണിയിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 2 ദിവസത്തെ അവധിക്ക് ശേഷം വിപണികൾ ആരംഭിച്ചിരിക്കുന്നത് എക്സ്ട്രീംലി പോസിറ്റീവ് ആയിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും അവരുടെ അതിർത്തിയിൽ ഒരു സീസ് ഫയർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി നിലവിൽ അതായത് ഒരു മുന്നോട്ടേക്കുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്നതടക്കമുള്ള വളരെ പോസിറ്റീവ് ആയിട്ടൊരു ന്യൂസാണ്. ഇത് ആഭ്യന്തര തലത്തിലെ കാര്യങ്ങൾ. ഇനി ആഗോള തലത്തിലേക്ക് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാന് മുമ്പ് ഇന്ത്യൻ വിപണികൾക്ക് തലവേദനയായി നിന്നിരുന്നത് ട്രംപിന്റെയും അതിനോടൊപ്പം തന്നെ ചൈനയുടെയും ഒരു ട്രേഡ് വാർ ആയിരുന്നു. അവരുടെ റിട്ടാലിയേറ്റ് താരിഫ് നടപടികളായിരുന്നു റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസത്തോടു കൂടി അതിലും ഏകദേശം ഒരു സമാധാന അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ട്രേഡ് വാറിന് താല്പര്യമില്ല എന്ന തരത്തിലുള്ള അപ്ഡേഷൻസ് ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിനോടൊപ്പം തന്നെ ചൈനയുമായിട്ട് ഒരു ട്രേഡ് ഡീലിലേക്ക് നീങ്ങുന്നു എന്നടക്കമുള്ള അപ്ഡേഷൻസും എത്തുന്നുണ്ട്. ചുരുക്കത്തിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകളുടെ പിൻബലത്തിൽ 24,500 എന്നൊരു ലെവൽ വീണ്ടും മറികടന്നുകൊണ്ട് 24 വീണ്ടും ഒന്ന് അപ്ഡേഷൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ 24,600 മറികടന്നുകൊണ്ടുള്ള ഒരു കുതിപ്പാണ് വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. ബുൾസിന്റെ കൈയടക്കി വെച്ചിരിക്കുന്ന വിപണിയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഈ ഒരു വിപണിയെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ടൊക്കെ അറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളോടൊപ്പം സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് ഇൻഹൗസ് എക്സ്പേർട്ട് ആയിട്ടുള്ള മിസ്റ്റർ പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, ആദ്യം തന്നെ വിപണിയിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് പൊതുവെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 2 ദിവസത്തെ ഒരു വീക്കെൻഡിന് ശേഷം ഇന്ത്യൻ വിപണികൾ ഇപ്പോൾ തുറന്നിരിക്കുന്നത് എക്സ്ട്രീംലി പോസിറ്റീവ് ആയിട്ടുള്ള ഗ്ലോബൽ ലെവലിലും അതിനോടൊപ്പം തന്നെ നമ്മുടെ ആഭ്യന്തര തലത്തിലുമുള്ള ന്യൂസുകളെ തുടർന്നാണ്. ഒരു സീസ് ഫയർ പ്രഖ്യാപിക്കുന്നു, അതിനെ തുടർന്ന് വിപണികളിലൊക്കെ ഒരു പുത്തൻ ഉണർവ് തന്നെ കൈവന്നിരിക്കും. പക്ഷെ താങ്കൾ ഏകദേശം ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസ് വിപണിയിൽ ഒരു ആസ് ആൻ വാല്യൂ ഇൻവെസ്റ്റർ ആയിട്ട് നിലവിലുള്ള ഒരു വ്യക്തിയാണ്. കാർഗിൽ വാർ കണ്ടിട്ടുണ്ട്, അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഇന്ത്യ പാകിസ്ഥാൻ അടക്കമുള്ള ധാരാളം മിലിറ്ററി ഇവന്റ്സ്, ഉറി അറ്റാക്ക്, അതിനോടൊപ്പം തന്നെ സർജിക്കൽ സ്ട്രൈക്ക്, പഹൽഗാം വരെയുള്ള കാര്യങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ വളരെ പാനിക്കായിട്ട് സെൽ ഓഫ് വരികയും ഒടുവിൽ അതിനൊരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോഴേക്കും അതിന് ആനുപാതികമായിട്ട് വിപണിയിൽ ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടാവാറുണ്ട്. ആസ് എ വാല്യൂ ഇൻവെസ്റ്റർ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ താങ്കൾ എങ്ങനെയായിരിക്കും വിപണിയെ ഹാൻഡിൽ ചെയ്യുക? അല്ല, ഇത് 2 വിധത്തിലാണ് നമ്മളിത് ഹാൻഡിൽ ചെയ്യേണ്ടത്. നമ്മളിപ്പോ 2001 നമുക്ക് ട്വിൻ ടവർ അറ്റാക്ക് നമുക്ക് കാണാൻ സാധിച്ചു. ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ ടെററിസ്റ്റ് അറ്റാക്ക് 2001 സെപ്റ്റംബർ മാസത്തിലായിരുന്നു. ബട്ട് ആക്ച്വലി നമ്മൾ ആ കാലഘട്ടത്തിലുള്ള മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാർക്കറ്റിന്റെ ബെയറിഷ് ട്രെൻഡ് 2001 അതല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലോ ഒന്നും തുടങ്ങിയതല്ലായിരുന്നു. നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുമ്പോൾ ബോത്ത് അമേരിക്കൻ മാർക്കറ്റ് ആൻഡ് ഇന്ത്യൻ മാർക്കറ്റ്സ് നമുക്ക് അപ്പോൾ ടോപ്പ് നൽകിയത് ആക്ച്വലി ഫെബ്രുവരി 2000 ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 വർഷം നീണ്ടു നിന്ന ഒരു ബെയർ മാർക്കറ്റ് ആയിരുന്നു നമ്മൾ ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്നത്. ആ ട്വിൻ ടവർ അറ്റാക്ക് നടക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫൈനൽ റൗണ്ട് ഓഫ് എ സെൽ ഓഫ് ആയിരുന്നു നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. സെപ്റ്റംബർ 11 ആയിരുന്നു അന്നത്തെ ട്വിൻ ടവർ അറ്റാക്ക്. ബട്ട് ഇന്ത്യൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ 849.95 എന്ന ലെവലിൽ അന്ന് സെപ്റ്റംബർ 21 മാർക്കറ്റ് ബോട്ടം ഔട്ട് ചെയ്തു. അതിനുശേഷം ആ ഒരു ലോ ലെവലിൽ നമ്മൾ ഇന്നുവരെയും ചരിത്രത്തിൽ കണ്ടിട്ടില്ല. അതിനുശേഷം അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന ടെറർ അറ്റാക്സ് ഇന്ത്യയിൽ നടന്നിരിക്കുന്ന 26/11 and all that. ആ സമയത്തൊക്കെ നേരിയൊരു കറക്ഷൻ നടന്നു അല്ലാതെ നമ്മൾ വലിയൊരു ഇടിവ് മാർക്കറ്റിലൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ബിക്കോസ് ഓൾറെഡി ഇന്ത്യൻ ഇക്കോണമി ആ സമയത്ത് ഒരു ടേൺ റൗണ്ട് ഫേസിലോട്ട് എത്തിയിരുന്നു.
Now, coming back into the current situation, പഹൽഗാം അറ്റാക്കിന് തൊട്ട് മുൻപ് തന്നെ ഏപ്രിൽ 7-ാം തീയതി ആയിരുന്നു നമുക്ക് നിഫ്റ്റി 50യുടെ ബോട്ടം കാണാൻ സാധിച്ചത്. അതിനുശേഷം ആ പഹൽഗാം അറ്റാക്കിന് ഓൾമോസ്റ്റ് ഗൈഡ് ചെയ്തുകൊണ്ടായിരുന്നു നിഫ്റ്റി 50യിൽ നമുക്കൊരു 52 or 6 month ഹൈ നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഈ പഹൽഗാം ടെൻഷൻ നടക്കുന്ന സമയത്ത് ഒന്നും തന്നെ നിഫ്റ്റി 50യിലോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലോ ഒന്നും ഒരു വലിയ ഇടിവും നമ്മൾ കണ്ടിട്ടില്ല. വളരെ നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് വൈ നമ്മുടെ ഈ ഒരു ഫോറത്തിലും അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് പ്ലസ് ഫോറത്തിലും ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. നിഫ്റ്റി 50 ഡേഞ്ചർ സോണിലോട്ട് വരുന്നത് 23,800 പോയിന്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം. നമ്മൾ കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിലെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. സോ ഇന്നത്തെ ആ ഒരു റിക്കവറി എന്നെ ഒരിക്കലും സർപ്രൈസ് ചെയ്യുന്നില്ല. ഇതുപോലെ ഒരു ടെൻഷൻ ഫിൽഡ് ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ കാണുന്നത് നാച്ചുറലി ഇതേപോലെ ശക്തമായിട്ടൊരു അപ്വേർഡ് റിക്കവറി ആയിരിക്കും കാണുന്നത്. സോ അണ്ടർടോൺ ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. യെസ്, ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇപ്പോൾ ഒരു വലിയൊരു കറക്ഷൻ, അത് പക്ഷെ താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് ബേസ് പറയുമ്പോഴത്തേക്കും ഇത്തരത്തിൽ ഇതുപോലെ ഒന്നും വലുതായിട്ട് കണക്കാകില്ല. പക്ഷെ ഇപ്പം നമ്മുടെ ഒരു മാർക്കറ്റ് പരിശോധിക്കുമ്പോഴേക്കും എന്ന് വെച്ചാൽ മെയിൻ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നതെല്ലാം തന്നെ വളരെ യങ് ഏജിൽ, അതായത് മാർക്കറ്റിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഒരു പ്രധാന പാർട്ടിസിപ്പൻസ് ആയിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ചോദ്യത്തിലേക്ക് ഞാൻ കടന്നത്. ഏതായാലും അത് അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അടുത്തതായിട്ട് പോകുന്നത് ഇപ്പോൾ നിഫ്റ്റിയുടെ കേസ് തന്നെയാണ് വരുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 24,600 എന്നൊരു ലെവല് മറികടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി താങ്കൾ 23,800 ഒരു പ്രധാന സപ്പോർട്ട് സോൺ ആയിട്ട് ഇപ്പോൾ കരുതിയിട്ടുണ്ട്. അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ താങ്കൾ ടാർഗറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയായിരിക്കും? നിഫ്റ്റി 50യുടെ കേസിൽ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് 24,600 തന്നെയായിരുന്നു. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്ത് ആ ഒരു ലെവലിന്റെ മുകളിലോട്ട് നിഫ്റ്റി 50 എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇന്നും നാളെയും നിഫ്റ്റി 50ക്ക് 24,600 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ നമുക്ക് ക്ലോസിംഗ് 24,600 മുകളിൽ ലഭിക്കുകയാണെങ്കിൽ പിന്നീട് കാണുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 25,100, അതിനുശേഷം 25,400. പേഴ്സണലി മാർക്കറ്റിന്റെ ഇത്രയും ശക്തമായ ഒരു ബുള്ളിഷ് അണ്ടർടോൺ കാണുന്നത് കൊണ്ട് എന്റെ ഒരു ടാർഗറ്റ് ഞാൻ ശ്രദ്ധിച്ചിരിക്കാൻ പോകുന്നത് നാച്ചുറലി വിൽ ബി 25,400. യെസ് സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. ഒരു പക്ഷേ നിഫ്റ്റിയുടെ ഒപ്പം തന്നെ കുതിക്കുന്ന ഒരു സെക്ടറാണ് നിഫ്റ്റി ബാങ്ക്. ഏകദേശം അല്ലെങ്കിൽ നിഫ്റ്റിയെക്കാളും ഒരു ഔട്ട് പെർഫോമൻസ് ഈ ഒരു നിമിഷത്തിൽ നടത്താനായിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിക്കുന്നുണ്ട്. 55,061.85 എന്ന നിലയിൽ വീണ്ടും 1,500 പോയിന്റ്സിനടുത്തൊരു മൂവ്മെന്റ് ആണ് ആദ്യത്തെ 15 മിനിറ്റുകൾക്കിടയിൽ നിഫ്റ്റി ബാങ്ക് സൂചികയിൽ ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഓൾമോസ്റ്റ് 10-12 ദിവസമായിട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ ലഭിച്ചതിന് ശേഷം നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കണ്ടുവന്നത്. ആൻഡ് ഇന്നത്തെ ആ ഒരു അപ്വേർഡ് മൂവ്മെന്റിനെ തുടർന്ന് വീണ്ടും നമ്മൾ ആ റിസംഷൻ ഓഫ് ദ ഷോർട്ട് ടേം ബുള്ളിഷ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് നമ്മൾ കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്ക് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ഇതിൽ എടുത്തു പറയാനുള്ളത് നാച്ചുറലി വിൽ ബി ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ലൈക്ക് ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക് എക്സെട്ര. പല പബ്ലിക് സെക്ടർ ബാങ്ക്സും കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്ക് നല്ല ഫൈനാൻഷ്യൽ റിസൾട്ട്സ് ആണ് നൽകിയിരിക്കുന്നത്. സോ അത്തരം സ്റ്റോക്സിലും നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. യെസ് സർ, അതിനോടൊപ്പം തന്നെ IDC ഫസ്റ്റ് ബാങ്കിനെ കുറിച്ച് എടുത്ത് ചോദിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളിലും ബാങ്ക് ഇൻഡെക്സും ഒക്കെ പൊതുവെ ഇടിവിലേക്ക് പോയപ്പോൾ പോലും പിടിച്ചു നിന്ന ഒരു ഓഹരി എന്ന് വേണമെങ്കിൽ IDC ഫസ്റ്റ് ബാങ്കിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലൊക്കെ വളരെ ശക്തമായിട്ട്, അതായത് ഈ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുമ്പോൾ പോലും ഒരാഴ്ചയിൽ ഏകദേശം ഒരു 3% മുകളിൽ ഒരു നേട്ടവും ഏപ്രിൽ മാസത്തിലെ മാത്രം കണക്കുകൾ പരിശോധിക്കുമ്പോൾ 13% റിട്ടേൺ നൽകിയിട്ടുള്ള
ഒരു ഓഹരിയാണ് IDFC ഫസ്റ്റ് ബാങ്ക്. പക്ഷെ ചാർട്ട് പരിശോധിക്കുമ്പോഴേക്കും പ്രധാനമായിട്ടും ഒരു കൺസോൾഡേറ്റഡ് റേഞ്ചിലാണ്, അതായത് ഒരു 62 രൂപ മുതൽ 68 രൂപ ഒരു റേഞ്ചിലാണ് ട്രേഡിംഗും നടന്നു വരുന്നത്. നിലവിൽ ഇപ്പോൾ വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് നമുക്ക് കാണുന്നുണ്ട്. ഏകദേശം 3.5% നേട്ടത്തിലാണ് IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഓഹരികൾ ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? IDFC ഫസ്റ്റ് ബാങ്കിലെ ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ട്. ബട്ട് IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 5-8 മാസത്തെ പെർഫോമൻസ് നോക്കുമ്പോഴേക്കും നിഫ്റ്റി 50 ആൻഡ് നിഫ്റ്റി ബാങ്കിനെ അപേക്ഷിച്ച് അണ്ടർ പെർഫോമൻസ് ഈ സ്റ്റോക്ക് നമുക്ക് നൽകിയിരിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 3 ക്വാർട്ടർലി റിസൾട്ട് നോക്കുമ്പോഴേക്കും വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ക്വാർട്ടർലി റിസൾട്ട്സ് ആയിരുന്നു നമുക്ക് നൽകിയത്. ലേറ്റസ്റ്റ് ക്വാർട്ടർലി റിസൾട്ടും വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. ബട്ട് ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം ഒരുപക്ഷെ വേഴ്സ്റ്റ് ഇസ് ഓവർ എന്നൊരു ഇൻഫറൻസിലോട്ട് വലിയ ഇൻവെസ്റ്റേഴ്സ് വന്ന് കാണാം. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ലോങ് ടേം ബുള്ളിഷായി മാറണമെങ്കിൽ ഈ സ്റ്റോക്ക് അടുത്ത 2-3 സെഷൻസിനിടെ 70 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യണം. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 62 രൂപയായിരിക്കും. ആൻഡ് മേജർ റെസിസ്റ്റൻസ് 70 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ ഇനി പുതിയൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കാൻ പോകുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ മറ്റൊരു സെക്ഷൻ ഓഫ് സ്റ്റോക്സ് എന്ന് പറയുന്ന അദാനി സ്റ്റോക്സ് ആണ്. ഒരുപക്ഷെ അദാനി സ്റ്റോക്സിനെ സംബന്ധിച്ച് പറയും ഒരു വിഴിഞ്ഞം പോർട്ടൊക്കെ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ അദാനി ഗ്രൂപ്പിൽ, അതായത് നിഫ്റ്റി 50 ഉൾപ്പെടെയുള്ള അദാനി ട്വിൻസ് ആയിട്ടുള്ള അദാനി എന്റർപ്രൈസസും പോർട്സും ഒക്കെ ആണെങ്കിലും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻഡസ്ട്രി കടന്നു വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു അൺസർട്ടനിറ്റി ഒക്കെ നിലനിൽക്കുമ്പോൾ പോലും നേരത്തെ പറഞ്ഞതുപോലെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ച ഒരു ഓഹരി കൂടിയാണ് അദാനി ട്വിൻസ് എന്ന് പറയുന്നത്. നിലവിൽ ഇപ്പോൾ അദാനി എന്റർപ്രൈസസ് ആണ് ഏറ്റവും അധികം നേട്ടം നൽകിയ ഒരു ടോപ്പ് ഗെയിനർ ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. അദാനി എന്റർപ്രൈസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും 5% മുകളിലുള്ള ഒരു കുതിപ്പിലേക്കാണ്, അതായത് 131 പോയിന്റ്സിന് അടുത്തൊരു മുന്നേറ്റമാണ് ഇപ്പോൾ അദാനി എന്റർപ്രൈസിന്റെ ഓഹരികളിൽ ഉണ്ടായിരിക്കുന്നത്. അദാനി എന്റർപ്രൈസ് ഓഹരികളിൽ താങ്കളുടെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? ഒപ്പം തന്നെ ആസ് എ വാല്യൂ ഇൻവെസ്റ്റർ ഈ ഒരു ഓഹരിയെ താങ്കളൊരു ലോങ് ടേം പെർസ്പെക്ടീവിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഇന്നത്തെ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഇത് അദാനി എന്റർപ്രൈസസ് അല്ല ഇന്ന് ഏറ്റവും അറ്റ് ദ മൊമെന്റ് ഏറ്റവും മികച്ച നേട്ടം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് അദാനി ഗ്രീൻ എനർജി. ഗ്രീൻ എനർജിയിൽ ഓൾമോസ്റ്റ് ഒരു 6.25% നേട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദാനി എനർജിയും വളരെ നല്ല ഓൾമോസ്റ്റ് 6% നേട്ടം നൽകുന്നുണ്ട്. അദാനി എന്റർപ്രൈസസിനും സിമിലർ ഗെയിൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഈ അദാനി ഗ്രൂപ്പ് ഷെയർസിലൊക്കെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു പ്രധാന കാര്യം ഇസ് ദാറ്റ് അദാനി ഗ്രൂപ്പിന് ഒത്തിരി കടബാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്സ് ഏത് സമയത്തും സെല്ലിംഗ് പ്രഷർ നേരിടാൻ നല്ല സാധ്യതയുള്ള സെറ്റ് ഓഫ് സ്റ്റോക്സ് ആണ്. എങ്കിൽ പോലും നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ അദാനി ഗ്രീൻ എനർജിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ടാണ് കാണുന്നത്. അദാനി ഗ്രീന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1010 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അദാനി എനർജിയുടെ കേസിൽ ഇന്ന് നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി കാണുന്നു. ഈ സ്റ്റോക്കിലെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 890 രൂപ. ആ ഒരു റെസിസ്റ്റൻസിനെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ആൻഡ് അദാനി എന്റർപ്രൈസസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സിമിലർ പാറ്റേൺ, ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഇതിന്റെ ഇമ്മീഡിയറ്റ് മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 2510. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം സാർ ഇപ്പോൾ യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേഷൻ എത്തിയിട്ടുണ്ട്. ഓൾറെഡി യെസ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് ജാപ്പനീസ് കോർപ്പറേഷൻ ആയിട്ടുള്ള ജപ്പാൻ സുമിറ്റോമോ മിസ്റ്റുയി ബാങ്കിങ് കോർപ്പറേഷൻ ഈ ഒരു കമ്പനിയുടെ 20% ഓഹരികൾ ഏറ്റെടുക്കുന്നു എന്നടക്കമുള്ള അപ്ഡേഷൻസ് ഒരു റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നലെയോട് കൂടി ഇപ്പോൾ ആ ഒരു റിപ്പോർട്ട് ഇപ്പോൾ സത്യമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏതായാലും യെസ് ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും യെസ് ബാങ്ക് ഓഹരികൾ ഈ ഒരു വാർത്തയോട് നിക്ഷേപകർ വളരെ അഗ്രസീവായിട്ടാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യ മിനിറ്റ്
മിനിറ്റിൽ തന്നെ ഏകദേശം ഒരു 6% അടുത്തുള്ള ഒരു മുന്നേറ്റം യെസ് ബാങ്കിന്റെ ഓഹരികളിൽ ഉണ്ടായതായിട്ടാണ് കാണുന്നത്. നിലവിൽ ഏകദേശം ഒരു 2.5% അടുത്തൊരു നേട്ടത്തിലാണ് യെസ് ബാങ്ക് ഓഹരികൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. ധാരാളം മാനേജ്മെന്റ് ഇഷ്യൂസ് ഉള്ള ഒരു കമ്പനിയാണ് യെസ് ബാങ്ക്. എന്നാൽ ഒരു കാലത്ത് യെസ് ബാങ്ക് എന്ന് പറയുന്നത് എക്സ്ട്രീംലി നല്ല സർവീസുകൾ മാത്രം പ്രൊവൈഡ് ചെയ്ത് നല്ല മാനേജ്മെന്റ് ഉണ്ട്, ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ട് നിലനിന്നിരുന്ന ഒരു കമ്പനിയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ബാങ്ക് ഒരു തകർച്ചയിലേക്ക് പോകുന്ന ഒരു പിന്നീട് എസ് ബി ഐയുടെ നേതൃത്വത്തിൽ ഒരു കൺസോർഷ്യം ഏറ്റെടുക്കുന്ന തലത്തിലേക്കൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു കാലയളവിലൊക്കെ വലിയ തോതിൽ നിക്ഷേപകരുടെ ഒരു പ്രോഫിറ്റ് ഇറോഷൻ തന്നെ ഉണ്ടായ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. യെസ് ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു സുമിറ്റോമിയുടെ ഒരു കടന്നുവരവ് യെസ് ബാങ്കിന്റെ ഒരു ഭാവിയെ മാറ്റിമറിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമ്മളിപ്പോ യെസ് ബാങ്കിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ആക്ച്വലി കോവിഡിന് മുൻപ് തന്നെയായിരുന്നു ഈ യെസ് ബാങ്കിൽ ഈ വലിയൊരു ഫൈനാൻഷ്യൽ പ്രോബ്ലം, ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റും ഒക്കെ നടത്തുന്നത്. അതിനുശേഷം ഈ ഒരു ബാങ്കിനെ രക്ഷപ്പെടുത്താനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള ഒരു കൺസോർഷ്യം ഓഫ് ബാങ്ക്സ് യെസ് ബാങ്കിലോട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ശ്രമം സ്റ്റാർട്ട് ചെയ്തത്. സോ കഴിഞ്ഞ ഓൾമോസ്റ്റ് 6-7 വർഷങ്ങളായിട്ട് ഈ ഒരു കൺസോർഷ്യമാണ് ഈ ബാങ്കിന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നൗ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുപക്ഷെ കൺക്ലൂഡ് ചെയ്ത് കാണും ദാറ്റ് ദ ബാങ്കിന്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഇസ് സ്റ്റെബിലൈസ്ഡ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് മറ്റ് ബാങ്കുകൾ ഒരിക്കലും ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അല്ല യെസ് ബാങ്കിൽ ഒരു സ്റ്റേക്ക് എടുത്തത്. ഇറ്റ് വാസ് ഓൺലി ടു റെസ്ക്യൂ ദ ബാങ്ക്. ആൻഡ് ആ ഒരു സ്റ്റേക്ക് എടുക്കുന്ന സമയത്ത് തന്നെ അന്ന് തന്നെ ഒരു അനൗൺസ്മെന്റും ക്ലാരിഫിക്കേഷനും ഒക്കെ ഉണ്ടായിരുന്നു ദാറ്റ് സ്റ്റെബിലൈസേഷൻ വന്നതിന് ശേഷം ഒരു പുതിയ മാനേജ്മെന്റിന് ഈ ബാങ്കിന്റെ കൺട്രോൾ കൈമാറുമെന്ന്. സോ ഇന്നിപ്പോ നമ്മൾ ഈ ഒരു ജാപ്പനീസ് ബാങ്ക് ഒരു സ്റ്റേക്ക് എടുക്കുന്നതിൽ there's no surprise at all. ഇത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എല്ലാവരും ആന്റിസിപ്പേറ്റ് ചെയ്ത ഒരു ഇവന്റ് ആയിരുന്നു. അതിനിപ്പോ ഒരു ക്ലാരിറ്റി, ഒരു കൺക്ലൂഷനിലോട്ട് നമ്മൾ വരുന്നു. സോ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു ലെവലിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. കാര്യം വെള്ളിയാഴ്ച തന്നെ ഈ സ്റ്റോക്ക് വലിയൊരു നേട്ടമായിരുന്നു നൽകിയത്. ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ ഇപ്പം അറ്റ് ദ മൊമെന്റ് പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് 19 രൂപ മുതൽ 19.20 രൂപ ആ ഒരു റേഞ്ചിലെ പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കറന്റ് വേവിൽ നമുക്ക് ലോ റിസ്ക് എൻട്രി അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. യെസ് സർ. അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മറ്റൊരു അപ്ഡേഷൻ ഫാർമ സെക്ടറാണ്. പക്ഷേ ഫാർമ സെക്ടർ താങ്കൾ അത്ര കീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു സെക്ടർ അല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഫാർമയെ സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് എത്തിയിരിക്കുന്നത്. അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ട്രൂത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാത്രി അമേരിക്കൻ സമയം രാവിലെ 9 മണിയോടുകൂടി അമേരിക്കയുടെ തന്നെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഓർഡറിലായിരിക്കും സൈൻ ചെയ്യാൻ പോവുക എന്ന്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയിലെ ഫാർമ അല്ലെങ്കിൽ മരുന്നുകളുടെ വില 30 മുതൽ 80% വരെ കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ അമേരിക്കൻ സർക്കാരിന്റെ ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നതടക്കമുള്ള ഒരു ഡീറ്റെയിൽസിലേക്കാണ് അദ്ദേഹം കടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരുപക്ഷെ ഒരു ഫാർമ മേഖലയുടെ തന്നെ ഹബ്ബ് എന്ന്, ലോകത്തിന്റെ തന്നെ ഹബ്ബ് എന്ന് നമുക്ക് വേണമെങ്കിൽ US വിശേഷിപ്പിക്കാം. അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ലഭിക്കുന്നതാണ്. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും വളരെ ഒട്ടും തന്നെ അഫോർഡ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള, അതിനൊരു പ്രധാന കാരണമായിട്ട് ഇപ്പോൾ ട്രംപ് തന്നെ സൂചിപ്പിച്ചിരുന്നത് ഈ ഒരു റിസർച്ചർ, അതായത് ഫാർമ കമ്പനികളുടെ തന്നെ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ R&Dയിൽ വരുന്ന ചെലവ് മൂലമാണ് അത്തരത്തിൽ ഹൈലി എക്സ്പെൻസീവ് ആയിട്ട് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ നൽകേണ്ടി വരുന്നത് എന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ജനറിക് ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും ജനറിക് മെഡിസിൻസിനും അതിനൊരു മാർക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു മാറി വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ഫാർമ മേഖലയെ ഈ ഒരു തീരുമാനം ബാധിക്കുമോ, അഥവാ ബാധിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും? ഒപ്പം തന്നെ ഫാർമ സെക്ടറിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? അല്ല, ട്രംപിന്റെ അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പുറത്തു വരാതെ നമുക്ക് അദ്ദേഹം എന്ത് ഓർഡർ ആയിരിക്കും ഇറക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാനോ സ്പെക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ആൻഡ് എനിക്ക് തോന്നുന്നില്ല ഐ വോണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ്. ആ ഒരു ഓർഡർ വരട്ടെ, അതിനുശേഷം നമുക്ക് ആ ഓർഡർ പഠിക്കാം, അതിനുശേഷം അതിന്റെ ഇംപ്ലിക്കേഷൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ബട്ട് അറ്റ് ദ സെയിം ടൈം അനില പറഞ്ഞത് വളരെ ശരിയാ. എന്റെ ഫേവറേറ്റ് സെക്ടറായിട്ട് ഒരിക്കലും ഞാൻ ഫാർമ സെക്ടറിനെ വിലയിരുത്തത്തില്ല. അതിന്റെ മെയിൻ റീസൺ
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി തീർച്ചയായിട്ടും അമേരിക്കയിലോട്ട് ഒത്തിരി എക്സ്പോർട്സ് നടത്താറുണ്ട്. ബട്ട് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഞാൻ കാണുന്ന ഒരു വലിയ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ USFDA, അതായത് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അതോറിറ്റി, പെട്ടെന്ന് വന്ന് ഒരു മിന്നൽ പരിശോധന നടത്തുന്ന സമയത്തൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഷെയർസിലും ഹൈ വോളറ്റിലിറ്റി നമ്മൾ കാണാറുണ്ട്. സോ ഐ എം ബേസിക്കലി നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് എ വോളറ്റിലിറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സിലൊക്കെ വളരെ ചുരുക്കം ഇൻവെസ്റ്റ്മെന്റ്സേ ചെയ്യാറുള്ളൂ. ബട്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡെക്സ് നമ്മൾ നോക്കുമ്പോഴേക്കും സിമിലർ പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഇന്നത്തെ ട്രേഡിൽ എനിക്ക് ഒരു ബുള്ളിഷ് ട്രിഗറും ഈ ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നില്ല. സോ ബേസിക്കലി ഇന്നത്തെ ട്രേഡ് അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിൽ ഐ തിങ്ക് ഐ വിൽ നോട്ട് വോണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ ഫാർമ സെക്ടർ. യെസ്. ഇനി അടുത്തതായിട്ടൊരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടൊരു അപ്ഡേഷനിലേക്കാണ് വരുന്നത്. BSE ഓഹരികൾ കഴിഞ്ഞ ഒരു റിസൾട്ട് വന്നതിന് ശേഷം നിക്ഷേപകരുടെ ശ്രദ്ധ ഏറെ പിടിച്ചുപറ്റിയ ഒരു ഓഹരിയാണ് BSE എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു റാലി ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ 6% മുകളിലുള്ള ഒരു നേട്ടം നൽകിക്കൊണ്ട് പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് BSE ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. 7047 രൂപ എന്ന നിലയിലാണ് ഇപ്പോൾ BSE ഓഹരികളിൽ ട്രേഡ് നടന്നു വരുന്നത്. BSE ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BSE Limited ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. മാർച്ച് മാസത്തിലായിരുന്നു ഇതിൽ നമുക്കൊരു 52 വീക്ക് ലോ കാണാൻ സാധിച്ചത്. അതിനുശേഷം കാര്യമായിട്ട് കറക്ഷനോ പ്രോഫിറ്റ് ടേക്കിങ്ങോ ഒന്നും നടക്കാതെ തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിൽ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് നൽകിയിരിക്കുന്നത് ഇറ്റ്സ് ഗിവൺ അസ് എ ഗ്യാപ്പ് അപ്പ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോ ആക്റ്റീവായിട്ട് ആ പൊസിഷൻ മാനേജ് ചെയ്യണം. കറക്റ്റ് ലെവൽ എത്തുമ്പോഴേക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പ്രിപ്പയർഡും ആയിരിക്കണം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ സ്വിഗ്ഗിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുക. കാരണം സ്വിഗ്ഗിയെ സംബന്ധിച്ച് ഇപ്പോൾ രാവിലെ മാർക്കറ്റ് പ്ലേസ് നിഖിലടക്കം താങ്കളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നിരുന്നാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷമുള്ള ഒരു അപ്ഡേഷനിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. സ്വിഗ്ഗിയെ സംബന്ധിച്ച് അവിടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു നഷ്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം, അതായത് ഒരു വർഷത്തിനിപ്പുറം ഏകദേശം 500 കോടി ആയിരുന്നു 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഒരു നഷ്ടത്തിലേക്കാണ് സ്വിഗ്ഗി എത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ വരുമാനത്തിലും എബിഡയിലും ഒപ്പം തന്നെ പ്ലാറ്റ്ഫോം ഫീലും ഒക്കെ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോം റവന്യൂയിലും ഒക്കെ ഒരു വർധനവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അതായത് സ്വിഗ്ഗി പോലെയുള്ള ഈ ഒരു ന്യൂ ഏജ് കമ്പനികൾ വളരെ പെട്ടെന്ന് പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുകയും വലിയ തോതിൽ നിക്ഷേപം നടത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. കാരണം ഒരുപക്ഷെ ഈ ഒരു സ്വിഗ്ഗിയൊക്കെ ലിസ്റ്റ് ചെയ്ത സമയത്ത് വലിയ കോമ്പറ്റീഷനൊന്നും ഇല്ലാത്തൊരു ടിയോപോളിസ്, സൊമാറ്റോ, സ്വിഗ്ഗി എന്നീ 2 ബ്രാൻഡുകൾ മാത്രം ജനങ്ങൾക്ക് ഫെമിലിയർ ആയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്തതെങ്കിൽ പിന്നീട് ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും സെപ്റ്റോ, അതിനോടൊപ്പം തന്നെ ബിഗ് ബാസ്ക്കറ്റ് തുടങ്ങി ധാരാളം കമ്പനികൾ, ഈവൻ വലിയ ബ്രാൻഡ്സിന്റെ തന്നെ ക്യുക്കമേഴ്സ് വിഭാഗങ്ങൾ എത്തുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഈ ഒരു സ്വിഗ്ഗി അടക്കമുള്ള ഈ ഒരു ന്യൂ ഏജ് കമ്പനികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഒപ്പം സ്വിഗ്ഗിയിലത്തെ ഇന്നത്തെ ഇപ്പോൾ ഒരു അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ ഇടിവിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. സ്വിഗ്ഗിയുടെ ഒരു ടെക്നിക്കൽ സ്റ്റാൻഡ് എന്താണ്? സ്വിഗ്ഗി കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമുക്ക് പുതിയ ഓൾ ടൈം ലോ നൽകിയത്. ആൻഡ് ദ ട്രെൻഡ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് 300 രൂപയിൽ കാണുന്നുണ്ട്. ബട്ട് ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുക എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുമില്ല. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഒരു 297, 98 ലെവലിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 360 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. നൗ കമ്മിങ് ടു ദ വാല്യുവേഷൻ, ഇത്തരം ന്യൂ ജെൻ കമ്പനീസിന്റെ വാല്യുവേഷനെ കുറിച്ച് നമ്മൾ ഇതേ ഫോറത്തില് സൂരജ് സാറ് ഒത്തിരി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്തരം സ്റ്റോക്സിന്റെ ഒക്കെ വലിയൊരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫിസിക്കൽ അസറ്റ്സോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ വാല്യുവേഷൻ, അതായത് വരും വർഷങ്ങളിൽ ഇതിൽ നിന്നും റവന്യൂ കിട്ടും, അതല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ആകും എന്നുള്ളൊരു ധാരണയില ഒരു പെർസെപ്ഷന്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഈ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബട്ട് ഇത്തരം സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, പർട്ടിക്കുലർലി ഈ IPO വരുന്ന സമയത്തൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ഒക്കെ ഒത്തിരി ഹൈപ്പ് അപ്പ് ചെയ്യാറുണ്ട്.
ഒത്തിരി പബ്ലിസിറ്റി കൊടുക്കാറുണ്ട് ഇത്തരം സ്റ്റോക്സിന്. അങ്ങനെയൊക്കെ നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് ഇത്തരം സ്റ്റോക്സിലോട്ട് പെട്ടുപോകുന്നത്. നമ്മൾ ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എപ്പോഴും കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യണം. ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ മണപ്പുറവുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ്. കാരണം മണപ്പുറത്തിന്റെ റിസൾട്ടും വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഒരു ഗോൾഡ് ലോൺ നൽകുന്ന NBFCകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലെയർ എന്ന നിലയിൽ മണപ്പുറത്തിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇനി മണപ്പുറത്തിന്റെ ഒരു റിസൾട്ട് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഒരു മിക്സഡ് ആയിട്ടൊരു റിസൾട്ട് ആണ് നൽകിയിരിക്കുന്നതെന്നും കാണാൻ സാധിക്കുന്നുണ്ട്. മണപ്പുറം ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? മണപ്പുറം ഫിനാൻസ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിൽ ഏപ്രിൽ മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഈ മാർച്ചിനും ഏപ്രിലിനും ഇടയ്ക്ക് ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമ്മൾ കണ്ടു. അതിന്റെ പ്രധാന കാരണം ബെയിൻ ഇതിലൊരു സ്റ്റേക്ക് എടുക്കുന്നു എന്നുള്ള വാർത്തയുടെ അടിസ്ഥാനത്തായിരുന്നു. സോ അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പുതിയൊരു ബൈയിങ് ട്രിഗർ കാണുന്നില്ല. ഇത് 2038 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. കൈവശം ഓൾറെഡി എസ്പെഷ്യലി ഒരു ട്രേഡിംഗ് പൊസിഷൻ ആണെങ്കിൽ നമ്മൾ 216 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു ഓഹരി എന്ന് പറയുന്നത്, ഇപ്പോൾ വലിയ തോതിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയ മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് UPL ആണ്. UPL സംബന്ധിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻ പ്രകാരം UPL ഓഹരികൾ ഒരു 52 വീക്ക് ഹൈയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. UPL സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുമെന്നാണോ? പ്രധാനമായിട്ടും താങ്കൾ ഈ ഒരു ഓഹരിയിൽ മുന്നോട്ടേക്ക് കാണുന്ന ഒരു ടാർഗറ്റ് എത്രയായിരിക്കും? കേസിൽ നമുക്ക് എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 3-4 ട്രേഡിംഗ് സെഷൻസിനിടെ ഒത്തിരി വോളറ്റിലിറ്റിയാണ് കാണുന്നത്. ബട്ട് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. സോ ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 700 രൂപയില. 700 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ബിറ്റ്വീൻ 750 and 760 ആയിരിക്കും ഇതിന്റെ അടുത്ത മേജർ ടാർഗറ്റ്. സർ, ഏതായാലും അതിനോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് നേരത്തെ ഇപ്പോൾ ഫാർമ സെക്ടറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. താങ്കളുടെ ഒരു ഫേവറേറ്റ് സ്റ്റോക്ക് അല്ല, പക്ഷെ എന്നിരുന്നാലും ചോദിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം സൺഫാർമയെ സംബന്ധിച്ചിട്ട് ഒരു പക്ഷേ ഈ ഒരു മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലെയർ എന്ന നിലയിൽ സൺഫാർമയുടെ ഓഹരികളിൽ വലിയ തോതിലൊരു ഇടിവാണ് നമുക്കിന്നിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഏകദേശം 4%, അതായത് ബെഞ്ച്മാർക്ക് ഇൻഡെക്സിൽ 500% മുകളിലുള്ള ഒരു 500 പോയിന്റ്സിലധികം ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയപ്പോൾ പോലും സൺഫാർമയെ സംബന്ധിച്ചിട്ട് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. 4% മുകളിൽ ഒരു ഇടിവിലേക്ക് പോയിട്ടുണ്ട്. ഏതായാലും സൺഫാർമയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കിന്നിപ്പോൾ മാർക്കറ്റ് ആരംഭിച്ച് ഏകദേശം ഒരു 45 മിനിറ്റുകൾ പിന്നിട്ടിരിക്കുകയാണ്. അതിന്റെ ഒരു അപ്ഡേഷൻസ് ഉണ്ട്. മാർക്കറ്റിന്റെ അപ്ഡേഷൻസ് ആയിട്ട് നമ്മളോടൊപ്പം ചെയ്യുന്നത് റിസർച്ച് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് സഫാൻ ആണ്. ഗുഡ് മോർണിംഗ് സഫാൻ. സഫാൻ, ഇന്നിപ്പോൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 24,700 എന്നൊരു ലെവല് മറികടന്ന ഒരു ബുൾ റാലി തന്നെയാണ് വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 3% മുന്നേറ്റത്തിൽ 24,711 എന്നൊരു നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. എല്ലാ സെക്ടേഴ്സിലും എക്സ്ട്രീംലി ബുള്ളിഷ് ആയിട്ടുള്ള, അതായത് ഫാർമ ഒഴികെയുള്ള മറ്റെല്ലാ സെക്ടേഴ്സിലും എക്സ്ട്രീംലി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കാണുന്നത്. എന്തൊക്കെയാണ് മറ്റ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ്? അനില, ഇന്നിപ്പോ മാർക്കറ്റ് നമുക്ക് നോക്കുമ്പോൾ സ്ട്രോങ് മൊമെന്റം ആണ് കാണാൻ സാധിക്കുന്നത്. ഒട്ടുമിക്ക സെക്ടേഴ്സിലെല്ലാം ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്സും അതുപോലെ സ്റ്റോക്സിലൊക്കെ നല്ലൊരു മൊമെന്റം ബിൽഡപ്പും ആണ് ഈ മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഹെൽത്തി സ്റ്റേറ്റ് ആണ് മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഫ്റ്റിയിൽ ഈ മണിക്കൂറിൽ 2.5% മുന്നേറ്റവും അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ 2% അതിലധികം മുന്നേറ്റവും രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നിഫ്റ്റിയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 48 സ്റ്റോക്കുകൾ അഡ്വാൻസും 2 സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ആയി ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലാകട്ടെ 12 സ്റ്റോക്കുകളും അഡ്വാൻസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സ്ട്രോങ് മൊമെന്റം ആണ് ഈ മണിക്കൂറിൽ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയിലെ ശ്രദ്ധിക്കുന്ന ടെക്നിക്കൽ ലെവൽസ് നോക്കുകയാണെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടായി 23,800 എന്ന ലെവൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ റാലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 25,434 എന്ന ലെവല് ഷോർട്ട് ടൈം ടാർഗറ്റായി നിഫ്റ്റിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. ഇനി നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ അദാനി എന്റർപ്രൈസസ് 6.2% മുന്നേറ്റവും അതുപോലെ ശ്രീറാം ഫിനാൻസ് 4% മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. അതുപോലെ അദാനി പോർട്സ്
3%-ലധികം മുന്നേറ്റവും ആക്സിസ് ബാങ്ക് 3.84% മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. നിഫ്റ്റിയിലെ ടോപ്പ് ലോസേഴ്സിൽ സൺ ഫാർമ 4.75% ഇടിവും അതുപോലെ സിപ്ല നേരിയ തോതിലുള്ള ഇടിവും മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ IDFC ഫസ്റ്റ് ബാങ്ക് 3.6% മുന്നേറ്റമാണ് രേഖപ്പെടുത്തുന്നത്. അതുപോലെ ആക്സിസ് ബാങ്ക് 3.81% മുന്നേറ്റവും പഞ്ചാബ് നാഷണൽ ബാങ്ക് 3% മുന്നേറ്റവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ HDFC ബാങ്ക്, കനറ ബാങ്ക് എന്നിവയിലും നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടോപ്പ് ലോസേഴ്സ് ലിസ്റ്റിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സ്റ്റോക്ക് പോലും ഇല്ല. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബാങ്ക് നിഫ്റ്റിയിലാണ് കൂടുതൽ മൊമെന്റം ബിൽഡപ്പ് നമുക്ക് ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലെ ശ്രദ്ധിക്കുന്ന ടെക്നിക്കൽ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഒരു 55,600 എന്നൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി സെക്ടോറിയൽ ഇൻഡിസസ് നോക്കുകയാണെങ്കിൽ ഫാർമ സെക്ടറിൽ മാത്രമാണ് ഇടിവ്, മറ്റെല്ലാ സെക്ടേഴ്സിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി റിലേറ്റീവ് സ്ട്രെങ്ത് ഉള്ള ഒരു സെക്ടർ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈലിലാണ് നല്ല റിലേറ്റീവ് സ്ട്രെങ്ത് കാണാൻ സാധിക്കുന്നത്. അത് കൂടാതെ മൊമെന്റം ബിൽഡപ്പും വോളിയം ആക്ഷൻസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊരു സ്റ്റോക്കായ വെൽസ്പൂൺ ലിവിങ്ങിന്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ കറന്റ് ഡേ വോളിയം ലാസ്റ്റ് 10 ഡേയ്സ് ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സ്ട്രോങ് ബൈയിങ് ആണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ആണ്. എന്നാലും ഡോ തിയറി പ്രകാരമുള്ള ഒരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് എക്സ്പെർട്സ് ഒപ്പീനിയൻ. 141 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ ഒരു സ്ട്രോങ് ക്യാൻഡിൽസ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതായി സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സമയത്ത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫൻസ് ഓഹരികളാണ്. ഡിഫൻസ് ഓഹരികളുടെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കാം. ഫസ്റ്റ് മാസ്ഡോക്കിൽ ലാസ്റ്റ് വീക്കിൽ ഒരു സ്ട്രോങ് മൊമെന്റം ബിൽഡപ്പ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ ലാസ്റ്റ് ഒരു പോക്കറ്റ് പിവറ്റ് വോളിയം ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റിൽ ഉണ്ടായിരുന്ന വോളിയം ക്യാൻഡിൽ ലാസ്റ്റ് 10 ഡേയ്സിൽ ഉണ്ടായിരുന്ന ഡൗൺ വോളിയം ക്യാൻഡിലിനെക്കാട്ടിലും കൂടുതലായിരുന്നു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സ്ട്രോങ് ബൈങ് തന്നെ ഡിഫൻസ് സ്റ്റോക്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. മിനർവിനി ട്രെൻഡ് സ്കോർ പറയുന്നത് 7 ഔട്ട് ഓഫ് 8 ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൺഫേം അപ് ട്രെൻഡിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്നാണ്. ഷോർട്ട് ടേം ടാർഗറ്റ് ആയി 3609 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഡിഫൻസ് ഓഹരിയ കൊച്ചി ഷിപ്പ്യാർഡിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇത് കീ മൂവിംഗ് ആവറേജസിലേക്ക് ബിലോ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിന്റെ സ്റ്റേജ് പറയുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് അണ്ടർ പ്രഷറിലാണ് ട്രേഡ് ചെയ്യുന്നത്. അടുത്തത് BDLന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ മിനർവിനി ട്രെൻഡ് സ്കോർ 5 ഔട്ട് ഓഫ് 8 ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. സ്ട്രോങ് സപ്പോർട്ടായി 1375 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓട്ടോ സെക്ടറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇതിൽ ബോക്സ് ബ്രേക്ക് ഔട്ട് ആണ് നമുക്ക് റീസെന്റ് ആയി കാണാൻ സാധിച്ചത്. അതിനുശേഷം ആ ബോക്സിന്റെ ഹൈ വന്നിട്ട് റീടെസ്റ്റ് ചെയ്യുന്നതാണ് ഓട്ടോ സെക്ടറിൽ നടന്നത്. സ്ട്രോങ് സപ്പോർട്ടായി 22,500 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഫാർമ സെക്ടറിന്റെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് നോക്കുകയാണെങ്കിൽ ഫാർമ സെക്ടർ ആണ് കമ്പാരിറ്റീവ്ലി മറ്റ് സെക്ടേഴ്സ് നോക്കുമ്പോൾ വീക്ക് ആയിട്ട് റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നത്. 22,000 എന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു സെക്ടർ ഒരു ബുള്ളിഷ്നെസ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഡൗൺ ട്രെൻഡ് അണ്ടർ പ്രഷറിലാണ് ഇത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അടുത്തത് സ്റ്റോക്ക് എഡ്ജിലെ ട്രെൻഡിങ് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് പോളിമെഡ് ആണ്. പോളിമെഡിന്റെ മാർക്ക് മിനറിൻ ട്രെൻഡ് സ്കോർ 7 ഔട്ട് ഓഫ് 8 ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു കൺഫേം അപ് ട്രെൻഡിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. ഇതിന്റെ IBD റിലേറ്റീവ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ 73 ആണ്. അതായത് ഈ സ്റ്റോക്ക് ഇപ്പം റെഡി ഫോർ പുൾ ബാക്ക് എന്ന ഒരു സ്റ്റേജിലാണ് ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തതായി മാക്സ് ഹെൽത്ത് കെയർ ആണ്. ഇതിലൊരു റൗണ്ട് ബോട്ടം പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ 1192 എന്നത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അപ്സൈഡ് റാലി ഈ ഒരു സ്റ്റോക്കിലും എക്സ്പെക്ട് ചെയ്യാം. ഷോർട്ട് ടേം ടാർഗറ്റ് ആയി 1324 എന്ന ലെവൽ കൺസിഡർ ചെയ്യാമെന്നാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. അടുത്തതായി IIFL ഫിനാൻസിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 7th മെയിലാണ് ഇതിലൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ഫോം ചെയ്തത്. അതിനുശേഷം ഒരു സ്ട്രോങ് മൊമെന്റം ബിൽഡപ്പ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ച് ഡോ തിയറി പ്രകാരമുള്ള ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് എക്സ്പെർട്സ് ഒപ്പീനിയൻ. റിലേറ്റീവ് സ്ട്രെങ്ത് ആയി 64, അതായത് ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ആണ്. ഹയർ ലെവലിൽ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ഫോം സെല്ലിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കറന്റ് ലെവലിൽ ഒരു എൻട്രി പ്രിഫറബിൾ അല്ല എന്നാണ് എക്സ്പെർട്സ് പറയുന്നത്. അടുത്തത് ആദാനി ഗ്രീനിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബോട്ടം ലെവൽ ബൈ നമുക്ക് ആദാനി ഗ്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എക്സാക്ട് ഡേ പറയുകയാണെങ്കിൽ 28 ഫെബ്രുവരിയിലാണ് നല്ലൊരു ബൈങ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡോ തിയറി പ്രകാരമുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
987 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അപ്സൈഡ് റാലി ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബട്ട് ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ആണ്. അടുത്തതായി ബയോകോണിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 25th ഏപ്രിലാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ അതായത് വോളിയം ബേസ്ഡ് സെല്ലിംഗ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. 335 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റോക്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവൂ. ഇത് ബിയറിഷ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ജനുവരിയിലാണ് ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിൽ കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല. ഇനി ഏറെ ചർച്ച ചെയ്യുന്ന ഇൻഡസിൻഡ് ബാങ്കിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ഡൗണിന് ശേഷമുള്ള ഗ്യാപ്പ് ഫില്ലിംഗ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ച് ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഗ്രോത്ത് സ്റ്റോക്കായി മാറാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവായിട്ടാണ് ചാർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലും കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല. ലോങ് ടേം ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തതായി ഡൗൺ ട്രെൻഡ് അണ്ടർ പ്രഷറിൽ ട്രേഡ് ചെയ്യുന്ന ട്രൈക്സിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സ്റ്റേജ് 4ലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. അത് ഡിസ്ട്രിബ്യൂഷൻ ഫേസിലാണ്. 260 മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റോക്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവൂ. അങ്ങനെ ഈ ഒരു സ്റ്റോക്കിൽ ആ ഒരു ലെവലിൽ സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അക്യുമുലേഷൻ ഫേസ് അതായത് സ്റ്റേജ് 1ലേക്കുള്ള ട്രേഡിംഗുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇനി നമുക്ക് മാർക്കറ്റ് മൂഡ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ സ്ട്രോങ് മൂവേഴ്സ് അതായത് 4%-ലധികം ട്രേഡ് ചെയ്ത സ്റ്റോക്കുകൾ ആകെ 43 ആണ് ഉണ്ടായിരുന്നത്. കറന്റ് ഡേയിലെ സ്ട്രോങ് മൂവേഴ്സ് നോക്കുകയാണെങ്കിൽ 585. അത് വളരെ കൂടുതലായ നമ്പറാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് സെന്റിമെന്റ് വളരെ പോസിറ്റീവായി മാറിയിട്ടുണ്ട് എന്നതാണ്. അതായത് MMI ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഹെൽത്തി സ്റ്റേറ്റിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഇവയൊക്കെയാണ് ഈ മണിക്കൂറിലെ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. അനില. യെസ്, ഏതായാലും താങ്ക് യു സോ മച്ച് സഫാൻ. ഏതായാലും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പല സ്റ്റോക്സിൻ്റെയും ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് അനലിസ്റ്റുകളുടെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണ് സഫാൻ നമുക്കായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. വീണ്ടും നമ്മളോടൊപ്പം പ്രദീപ് സാർ ജോയിൻ ചെയ്യുകയാണ്. സർ, താങ്കളോട് ചോദിച്ചു വന്നിരുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് താങ്കളുടെ അത്ര ഒരു ഫേവറേറ്റ് സെക്ടർ അല്ല, ബട്ട് സ്റ്റിൽ സൺഫാർമയെ സംബന്ധിച്ചിട്ടായിരുന്നു. കാരണം സൺഫാർമയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും സൺഫാർമ അതായത് ഈ ഒരു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അമേരിക്കയിൽ മരുന്നുകളുടെ വില കുറയ്ക്കാനുള്ള നടപടിയിലേക്ക് ട്രംപ് നീങ്ങുന്നു എന്നതൊരു റിസൾട്ടിന് പിന്നെ അത്തരത്തിൽ വാർത്തയ്ക്ക് പിന്നാലെ വലിയ തോതിൽ ഇന്ത്യൻ ഫാർമ സെക്ടറിൽ ഒരു ഇടിവ് കാണുന്നുണ്ട്. സൺഫാർമയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഒക്കെ തന്നെ ഒരു ഇടിവിലേക്ക് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഒക്കെ വലിയൊരു ബുൾ റാലിയിലേക്ക് പോയപ്പോൾ പോലും ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് സൺഫാർമ ഓഹരികൾ ഉണ്ടായിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ 1623.6 എന്നൊരു ലോ വരെ എത്തുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. നിലവിൽ ഏകദേശം ഒരു 4% ഒരു ഇടിവിൽ 1674.6 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇടിവിലാണ് ഈ ഓഹരിയിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. കൃത്യമായിട്ടും ഒരു മെയ് 5-ന് ശേഷം ഇങ്ങോട്ടുള്ള ഒരു 4 ട്രേഡിംഗ് സെഷൻ പരിശോധിക്കുകയാണ് നെഗറ്റീവ് ടോണിലായിരുന്നു ക്ലോസിംഗ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സൺഫാർമയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ടേം അനാലിസിസ് എന്താണ്? നമുക്ക് സൺഫാർമയിൽ കാണാൻ സാധിക്കുന്ന കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിന് ശേഷം വലിയൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50യോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റോക്കിൽ മാർച്ച് മാസത്തിൽ ആദ്യം ഒരു ബോട്ടവും പിന്നീട് വീണ്ടും ഏപ്രിൽ മാസത്തിൽ നിഫ്റ്റി 50യോടൊപ്പം തന്നെ വീണ്ടും ഒരു ഹയർ ബോട്ടവും നമുക്ക് നൽകിയിരുന്നു ഈ സ്റ്റോക്ക്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിരുന്നു. ബട്ട് എങ്കിലും ലോങ് ടേം ട്രെൻഡ് വാസ് കണ്ടിന്യൂയിങ് ടു ബിക്കം ബെയറിഷ് ഓൺലി. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഈ ലോങ് ടേം വളരെ മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 1860-870 ആ ഒരു റേഞ്ച് വരെ എത്തിയതിനു ശേഷമായിരുന്നു വീണ്ടും ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നത്തെ ഈ ഒരു വലിയ ഇടിവിനെ തുടർന്ന് വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം നമുക്ക് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1680 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ടിന് താഴെ ക്ലോസ് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബെയറിഷായി മാറും. സോ പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ബിക്കോസ് ദ അണ്ടർ ടോൺ വളരെ ബെയറിഷായി നിൽക്കുന്ന ഒരു സമയമാണ് ഇത്.
Yes, sir. അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ എടുത്തു ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സെക്ടർ ടൂറിസം, അതിനോടൊപ്പം തന്നെ ഈ ഒരു ഹോട്ടൽ സെഗ്മെന്റുമാണ്. കാരണം ഈ ഒരു പഹൽഗാം അറ്റാക്കിന് ശേഷം വലിയ തോതിൽ ഇപ്പോൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് അടക്കം ക്യാൻസൽ ചെയ്യുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയും ഒരു ടൂറിസ്റ്റിന്റെ ഒരു ഇൻഫ്ലോ തടസ്സപ്പെടുന്ന തരത്തിലുള്ള പശ്ചാത്തലമൊക്കെ ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ ഓഹരികളിലൊക്കെ നമുക്ക് കാര്യമായിട്ട് ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ഒരു സീസ് ഫയർ വന്നിരിക്കുകയാണ്. വീണ്ടും ആ ഒരു മേഖലയ്ക്ക് ഒരു ഉണർവ് നൽകുന്ന തരത്തിലുള്ള അപ്ഡേഷൻസ് വന്നതിന് പിന്നാലെ ഈ മേഖലയിലെ പ്രമുഖ കമ്പനികളുടെ ഓഹരികളിലൊക്കെ ഹെവി ആയിട്ടൊരു ബൈയിങ് ആണ് കാണുന്നത്. അതിൽ എടുത്തു പറയേണ്ടുന്നത് ഇന്ത്യൻ ഹോട്ടൽസ് ആണ്. ഇന്ത്യൻ ഹോട്ടൽസിനെ സംബന്ധിച്ചിട്ട് 5% മുകളിലുള്ള ഒരു നേട്ടത്തിലേക്ക് കുതിക്കാനായിട്ട് ഇന്ത്യൻ ഹോട്ടൽസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഹോട്ടൽസിലുള്ള താങ്കളുടെ ഒരു പിക്ക് എന്താണ്, അല്ലെങ്കിൽ ഒരു ടേക്ക് എന്താണ്? ഒപ്പം തന്നെ ഈ ഒരു ഹോട്ടൽ സെഗ്മെന്റിൽ താങ്കൾ ഒരു ഫേവറേറ്റ് പിക്ക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏത് ഓഹരിയായിരിക്കും? അല്ല, അറ്റ് ദ മൊമെന്റ് നമുക്ക് ഹോട്ടൽ മേഖലയിൽ ഒരു സ്റ്റോക്കിൽ പോലും ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മാസത്തിന് ശേഷം തന്നെ ഇപ്പോൾ സ്പെസിഫിക്കലി ഇന്ത്യൻ ഹോട്ടലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുകയായിരുന്നു. സോ പഹൽഗാം അറ്റാക്ക് അല്ല, അതിന് മുൻപ് തന്നെ ഇന്ത്യൻ ഹോട്ടലിൽ നമുക്കൊരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പഹൽഗാം അറ്റാക്കിനെ തുടർന്ന് ഇന്ത്യൻ ഹോട്ടൽ മാത്രമല്ല, ITC ഹോട്ടൽ, ഷാലറ്റ് ഹോട്ടൽ, ലെമൺ ട്രീ ഹോട്ടൽ, ഏത് ഹോട്ടൽ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ ഹോട്ടലിന്റെ സ്പെസിഫിക് കേസിൽ അൺഫോർച്ചുനേറ്റ്ലി അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിന് ശേഷം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഇത് ഒരിക്കലും ഒരു ലോ റിസ്ക് ബൈങ് അവസരമായിട്ട് ഉപയോഗിക്കരുത്. Yes, sir. അതിനോടൊപ്പം തന്നെ മറ്റൊരു ഓഹരി എന്ന് പറയുന്നത്, ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഹോട്ടൽസിൽ തന്നെയുള്ള മറ്റൊരു, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഷോർട്ട് കവറിംഗ് തന്നെയാണ് എന്ന്. അതിനോടൊപ്പം തന്നെ ലെമൺ ട്രീ ഹോട്ടൽസിന്റെ ഓഹരികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ കൂടി പങ്കുവെക്കാമോ? ലെമൺ ട്രീയുടെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് വീക്കായിട്ടാണ് കാണുന്നത്. സോ ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നില്ല. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് 126 രൂപ. ആ ഒരു സപ്പോർട്ട് അടുത്ത ഒരാഴ്ചയിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കാം. അതിനുശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. Yes, sir. അതിനോടൊപ്പം തന്നെ ഈ ഒരു അറ്റാക്കിന് ശേഷം വലിയ തോതിൽ വിപണിയിൽ ഒരു അൺസർട്ടനിറ്റി വന്നപ്പോൾ പോലും ഒരു സെക്ടർ ഓഹരികളിൽ വലിയ തോതിലുള്ള ഒരു ബൈയിങ് മൊമെന്റം അല്ലെങ്കിൽ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫൻസ് ആയിരുന്നു. കാരണം ഡിഫൻസുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും കൂടുതലായിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇന്ത്യൻ ഡിഫൻസ് മേഖലയിലേക്ക് ഉണ്ടാകും. അതിനെ പിന്തുടർന്ന് വലിയ തരത്തിലുള്ള ഓർഡറുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ലഭിക്കുമെന്നൊരു നോഷൊക്കെ നിക്ഷേപകർക്കിടെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഐഡിയ ഫോർജ് അടക്കം പല ഇന്ത്യയിലെ ഡിഫൻസ് കമ്പനികളുടെ സിഇഒനെ ഡൽഹിയുടെ ആസ്ഥാനത്തേക്ക് ഈ ഒരു വീക്കിൽ വിളിപ്പിക്കുമെന്നും വളരെ നിർണായകമായിട്ടൊരു ചർച്ച നടത്തുമെന്ന് അടക്കമുള്ള അപ്ഡേഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഡിഫൻസ് ഓഹരിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ തോതിലുള്ള ഒരു അപ്സൈഡ് മൊമെന്റ് ആണ്. പ്രത്യേകിച്ചും ഭാരത് ഡൈനാമിക്സ് പോലെയുള്ള ഓഹരികളൊക്കെ വളരെ വളരെ അധികം റിട്ടേൺസ് നിക്ഷേപകർക്ക് നൽകിയ ഒരു ഓഹരി കൂടിയാണ്. ഭാരത് ഡൈനാമിക്സിനെ സംബന്ധിച്ച് വരുമ്പോൾ നിലവിലും 0.5% ഒരു നേട്ടം നൽകാനായിട്ട് BDLന്റെ ഓഹരികൾക്ക് സാധിക്കുന്നുണ്ട്. ഭാരത് ഡൈനാമിക്സിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഒപ്പം തന്നെ ഈ ഒരു ഡിഫൻസ് സെക്ടറിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ഓവറോൾ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഡിഫൻസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഓബ്വിയസ്ലി ഡിഫൻസ് ഇൻഡെക്സ് ഇസ് ഔട്ട് പെർഫോമിംഗ് ദ മാർക്കറ്റ് അറ്റ് ദ മൊമെന്റ്. തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ കാരണങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാം. ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പെക്ടേഷൻ തീർച്ചയായിട്ടും ഇന്ത്യൻ ഗവൺമെന്റ് ഡിഫൻസ് മേഖലയിലോട്ട് കൂടുതൽ ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫൻസിൽ നമുക്ക് കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്ത ഡെഫിനറ്റ്ലി ഡിഫൻസ് മേഖലയിലോട്ട് നമുക്ക് എക്സ്പോഷർ എടുക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഇപ്പോൾ ഭാരത് ഡൈനാമിക്സിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ഓൾറെഡി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാം. ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് ഇറ്റ്സ് അറൌണ്ട് 1800, വിച്ച് ഇസ് വേർ ഓൾ ടൈം ഹൈ നിലനിൽക്കുന്നത്. ഇതിലെ ഒരു സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് വിച്ച് ഹാസ് നോട്ട് യെറ്റ് മൂവ്ഡ് മച്ച്, കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് മാസഗോൺ ഡോക്ക് ആൻഡ് ഗാർഡൻ റീച്ചിനെ അപേക്ഷിച്ച് അണ്ടർ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. 1620 രൂപയിലെ മേജർ റെസിസ്റ്റൻസ്. എന്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ ഒരു റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യും.
അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ആഗോളതലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ക്രൂഡ് വിലയിലൊക്കെ വലിയ തോതിലൊരു സമ്മർദ്ദം നേരിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്രൂഡ് വിലയെ സമ്മർദ്ദം ഒരുപക്ഷെ ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ച് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതിയുടെ കോസ്റ്റ് വരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ക്രൂഡായിരുന്നു. ക്രൂഡിന്റെ വില കുറഞ്ഞത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇക്കോണമിനെ പൊതുവെ, കാരണം ആ ഒരു ഇറക്കുമതിക്കായിട്ട് നൽകുന്ന പണം മറ്റ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു ഓയിൽ അല്ലെങ്കിൽ ക്രൂഡിന്റെ വില കുറഞ്ഞത് പല തരത്തിൽ പല കമ്പനികളെ വളരെയധികം പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രൂഡിനെ ഒരു റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന പെയിന്റ് പോലെയുള്ള സെഗ്മെന്റ്സ് ആണ്. അതിൽ തന്നെ ഇപ്പോൾ ഏഷ്യൻ പെയിന്റ്സിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇന്നിപ്പോൾ ഏകദേശം ഒരു 2.5% മുകളിലുള്ള ഒരു നേട്ടത്തിലേക്കാണ് ഏഷ്യൻ പെയിന്റ്സ് ഓഹരികൾ എത്തിയിരിക്കുന്നത്. ഏഷ്യൻ പെയിന്റ്സ് മാത്രമല്ല, ഈ ഒരു നിലവിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഏഷ്യൻ പെയിന്റ്സ് അടക്കമുള്ള പെയിന്റ് കമ്പനികളുടെ ഓഹരികളിലൊക്കെ ഒരു അപ്സൈഡ് മൂവ്മെന്റ് തന്നെയാണ് കാണുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ഏപ്രിൽ ഒരു സെക്കൻഡ് വീക്കിലേക്ക് ഒരു കൺസോളിഡേഷൻ മോഡിലേക്ക് പോവുകയും പിന്നീട് മെയ് 6 മുതൽ ഇങ്ങോട്ടേക്ക് ഒരു ഇടിവിലേക്ക് വരികയും, എന്നാൽ വീണ്ടും ഒരു ബൈയിങ് മൊമെന്റം ഈ ഒരു ഏഷ്യൻ പെയിന്റ്സ് ഓഹരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏഷ്യൻ പെയിന്റ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഏഷ്യൻ പെയിന്റ്സിലെ ഡിസ്ക്ലോഷർ എനിക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ലോങ്, ബട്ട് ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആണെന്നുള്ള ഒരു കാര്യം മറക്കരുത്. കഴിഞ്ഞ ആഴ്ച ഏഷ്യൻ പെയിന്റ്സ് റിസൾട്ട് പ്രഖ്യാപിച്ചിരുന്നു. വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടൊരു റിസൾട്ട് ആയിരുന്നു ഏഷ്യൻ പെയിന്റ്സിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചത്. സോ ബട്ട് എങ്കിലും മാർച്ച് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു സ്പെക്കുലേറ്റീവ് ബൈയിങ് നടക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസും മാനേജ്മെന്റിന്റെ ഫോർകാസ്റ്റ്, മാനേജ്മെന്റ് അനാലിസിസ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാവൂ. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 2360. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 2440, 2490. 2490 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 2620 കാണുന്നത്. സാറിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു ഇടവേളയുടെ ഒരു ആവശ്യമുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. വെൽക്കം ബാക്ക്. ഏതായാലും നമ്മൾ പ്രദീപ് സാറിനോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അടുത്തായിട്ട് പ്രദീപ് സാർ ചോദിക്കാനുള്ളത് ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ടിട്ടുള്ള ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ടാണ്. കാരണം സിമെൻറ്റ് സെക്ടറിൽ നിന്ന് ബിർള കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. പൊതുവേ ഇന്ന് നമുക്കൊരു എക്സ്ട്രീംലി ബുള്ളിഷ് ആയിട്ടൊരു മാർക്കറ്റിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ വളരെ മികച്ചൊരു മുന്നേറ്റം നടത്താനായിട്ട് ഈ ഒരു സിമെൻറ്റ് സെക്ടർ, പ്രത്യേകിച്ചും മറ്റ് കമ്പനികളെക്കാളൊക്കെ വലിയ തോതിലൊരു മുന്നേറ്റം നടത്താനായിട്ട് സിമെൻറ്റ് സെക്ടറിൽ നിന്നുള്ള ബിർള കോർപ്പറേഷൻ ഓഹരികൾക്ക് സാധിക്കുന്നുണ്ട്. 19.9
9.9% നേട്ടത്തിൽ 1268.8 എന്നൊരു അപ്പർ സർക്യൂട്ട് നിലയിലാണ് ഇപ്പോൾ ബിർള കോർപ്പറേഷൻ ഓഹരികൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഈ ഒരു ബിർള കോർപ്പറേഷൻ ഓഹരികളെ സംബന്ധിച്ച് ചാർട്ട് പരിശോധിക്കുകയാണെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു വലിയ തോതിലൊരു മൂവ്മെന്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കാത്ത ഒരു ഓഹരിയാണ്. ഒരു പ്രധാനമായിട്ടും ഒരു കൺസോൾഡ് അല്ലെങ്കിൽ ഒരു നേരിയ തോതിലൊരു ബിയറിഷ് ടോൺ നിലനിൽക്കുന്ന ഓഹരി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നതാണ്. ഈ ബിർള കോർപ്പറേഷൻ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അനില പറഞ്ഞ പോലെ ബിർള കോർപ്പ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കെൻഡിൽ ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വരുമ്പോൾ വിചാരിച്ചതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് ആയിരുന്നു അനൗൺസ് ചെയ്തത്. അതിനെ തുടർന്ന് ഇന്ന് ഇത്രയും വലിയൊരു സ്പെക്കുലേറ്റീവ് ബൈങ് ഈ സ്റ്റോക്കിൽ നടക്കുന്നത്. ബട്ട് ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനെ തുടർന്ന് നമുക്ക് ഇന്നത്തെ ട്രേഡിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. ഈ സ്റ്റോക്കിൻ്റെ മേജർ റെസിസ്റ്റൻസ് കാണുന്ന 1170 രൂപ. ആ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിൽ തുടർച്ചയായിട്ട് 2 ദിവസം ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. 1000 രൂപയിലായിരിക്കാം നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. യെസ് സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അൾട്രാടെക് സിമെന്റിനെ സംബന്ധിച്ചിട്ടുള്ള ചില ബ്രോക്കറേജ് റിപ്പോർട്ട്സ് കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഓൾറെഡി റിസൾട്ട് വന്നതിന് പിന്നാലെ വലിയ തോതിൽ ബ്രോക്കറേജുകളുടെ ഒരു ഫോക്കസ് കിട്ടിയ ഒരു ഓഹരിയാണ്. ഏകദേശം ഒരു 17 മുതൽ ഓൺ ആവറേജ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 17% മുതൽ 20-22% വരെയൊക്കെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണുന്ന ഒരു ഓഹരിയായിട്ടാണ് പല പ്രമുഖ ബ്രോക്കിംഗ് സ്ഥാപനങ്ങളും അൾട്രാടെക് സിമെന്റിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ധാരാളം ഏറ്റെടുക്കലുകൾ ഈ ഒരു കടന്നുപോയ സാമ്പത്തിക വർഷത്തിൽ അൾട്രാടെക് സിമെന്റിന് ഉണ്ടായിട്ടുമുണ്ട്. നിലവിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് SBI സെക്യൂരിറ്റീസ് അൾട്രാടെക് സിമെന്റ് ഓഹരികൾക്കൊരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിൽ നിന്നും 20.8% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് ഈ ഓഹരികൾക്ക് കാണുന്നത്. നിലവിൽ ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 2.25% ഒരു മുന്നേറ്റം നടത്താനായിട്ട് അൾട്രാടെക്കിന് സാധിക്കുന്നുണ്ട്. ഈ ഒരു മേഖലയിലെ തന്നെ ഒരു ഭീമൻ എന്ന നിലയിൽ അൾട്രാടെക് സിമെന്റിന്റെ ഓഹരികളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അൾട്രാടെക് സിമെന്റിന്റെ കേസിൽ ഇതിന്റെ ഫൈനാൻഷ്യൽസോ ഇതിന്റെ മാനേജ്മെന്റിനെ കുറിച്ചോ ഇതിന്റെ പ്രോഡക്റ്റിനെ കുറിച്ചോ എനിക്ക് ഒരു നെഗറ്റീവ് ഒപ്പീനിയനും ഇല്ല. വെരി പോസിറ്റീവ് അബൌട്ട് ദിസ് സ്റ്റോക്ക്. ബട്ട് എങ്കിലും അൾട്രാടെക് സിമെന്റിന്റെ കേസിൽ ആസ് എൻ ഇൻവെസ്റ്റർ എനിക്ക് കാണുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ സ്റ്റോക്ക് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 10,000 റുപ്പീസിൽ നിന്നും 12,300 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. അതിനെ തുടർന്ന് there's a little bit of profit taking happening. So ഈ ഒരു സ്റ്റോക്കിൽ റിസ്ക് ടു റിവാർഡ് റേഷ്യോ ആസ് എ ലോങ്ങർ ടേം ഇൻവെസ്റ്റർ നോക്കുമ്പോഴേക്കും എനിക്ക് വളരെ ഫേവറബിൾ ആയിട്ട് തോന്നുന്നില്ല. ആസ് എ വാല്യൂ ഇൻവെസ്റ്റർ തീർച്ചയായിട്ടും നമുക്ക് പൊസിഷൻ എടുക്കാം. ബട്ട് റിസ്ക് ടു റിവാർഡ് വെച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് ഇതിനേക്കാൾ വേറെ നിരവധി ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിൽ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ താങ്കൾ പറഞ്ഞ് നിർത്തിയെടുത്തു തന്നെ ഞാൻ ചോദിക്കുകയാണ്. കാരണം ഒരു ആസ് എ വാല്യൂ ഇൻവെസ്റ്റർ ഈ ഒരു അതായത് പ്രത്യേകിച്ചും ഈ ഒരു അൺസർട്ടനിറ്റിക്കൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ധാരാളം സ്റ്റോക്സ് താങ്കളുടെ ഒരു ഫോക്കസിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ ചില പ്രധാനപ്പെട്ട സ്റ്റോക്സുകളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് പങ്കുവെക്കാമോ? ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്ന പല സ്റ്റോക്സിലും പ്ലീസ് അണ്ടർസ്റ്റാൻഡ് എനിക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ടാകാം. ആൻഡ് ചില സ്റ്റോക്സിൽ ഞാൻ വെളിപ്പെടുത്തുന്നതിൽ ഒരുപക്ഷെ ഞാൻ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാനും ചാൻസസ് ഉണ്ട്. സോ ഇതിൽ എടുത്തു പറയാവുന്നത് ഡെഫിനറ്റ്ലി ഇന്നത്തെ മൂവ്മെന്റിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്കാണ് ജിയോ ഫൈനാൻഷ്യൽസ് ആൻഡ് റിലയൻസ് ഇൻഡസ്ട്രി. സോ ജിയോ ഫൈനാൻഷ്യൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു 5% നേട്ടമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രി നിഫ്റ്റി 50ക്ക് ഏറ്റവും അധികം സപ്പോർട്ട് നൽകിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു റിലയൻസ് ഇൻഡസ്ട്രി. ആൻഡ് റിലയൻസ് ഇൻഡസ്ട്രി ഹാസ് ഗെയിൻഡ് അബൌട്ട് 3% ടുഡേ. ഈ രണ്ട് സ്റ്റോക്കിലും നമുക്കൊരു കറക്ഷന് ശേഷം പുതിയൊരു ബൈങ് അവസരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ രണ്ട് സ്റ്റോക്ക് എൻ്റെ ശ്രദ്ധയിലോട്ട് തുടർച്ചയായിട്ടും ഉണ്ട്. അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഇസ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. LICയുടെ കേസിൽ 835 രൂപ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ the short-term trend will turn bullish. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അഡാനി സ്റ്റോക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മൾ ആ ഒരു റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് നിരവധി അതിലൊരു ബൈങ് അവസരങ്ങൾ ലഭിക്കും. സ്മോൾ ക്യാപ് സ്റ്റോക്സിന്റെ സ്പേസിൽ ഞാൻ ട്രാക്ക് ചെയ്യുന്ന ഒരു വൺ സ്റ്റോക്ക് ഇസ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് വിൽ പ്രൊവൈഡ് us വാല്യൂ. വാല്യൂ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും ABB എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട്. And ABB, I think, will provide us with a lot of buying opportunity
ഇൻ ദ കമ്മിങ് ഡേയ്സ്. നമ്മൾ ഡിഫൻസ് സ്റ്റോക്സിനെ കുറിച്ച് പറയുന്നു. നിരവധി ഡിഫൻസ് സ്റ്റോക്സിൽ നമുക്ക് ബൈങ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. NTPC വലിയൊരു കറക്ഷന് ശേഷം വീണ്ടും ഇന്നൊരു അപ്വേർഡ് മൂവ്മെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതേപോലെ തുടർച്ചയായിട്ട് നാളെയും കൂടെ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ കേസിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് അറൌണ്ട് 2000 രൂപയ്ക്ക് അടുത്തുണ്ട്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏകദേശം 5.5% നേട്ടം ഗോദ്രേജ് പ്രോപ്പർട്ടി നൽകിയിരിക്കുന്നത്. യെസ് സർ. അതിനോടൊപ്പം തന്നെ അവസാനമായിട്ട് താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് BEL, അതായത് ഡിഫൻസിൽ നിന്നുള്ള BEL-മായി ബന്ധപ്പെട്ടുള്ള ഒരു ടേക്ക് കൂടിയാണ്. കാരണം BEL-ഉം ഇന്നിപ്പോൾ SBI സെക്യൂരിറ്റീസിന്റെ ഒരു റഡാറിലേക്ക് എത്തിയിരിക്കുകയാണ്. BEL ഓഹരികളെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? BEL അതുപോലെ തന്നെ BEML ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെടുന്ന ചില സ്റ്റോക്സ് ആണ്. ആൻഡ് ഭാരത് ഇലക്ട്രോണിക്സിന്റെ കേസിൽ ഓൾറെഡി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഇതിന്റെ ഈ സ്റ്റോക്കിന് ഒരേ ഒരു മേജർ റെസിസ്റ്റൻസേ കാണുന്നുള്ളൂ. ഓൾ ടൈം ഹൈ 340 രൂപ. ആൻഡ് പേഴ്സണലി ഐ തിങ്ക് താമസിക്കാതെ ആ ഒരു ഓൾ ടൈം ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈങ് അവസരം ലഭിക്കും. യെസ്. ഏതായാലും താങ്ക് യു സോ മച്ച് പ്രദീപ് സർ. ഇത്രയും സമയം, ഒരു ലോങ് ഡ്യൂറേഷൻ ആണ്, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും പ്രേക്ഷകർക്ക് ഇത്ര വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് പങ്കുവച്ചതിനും വളരെയധികം നന്ദിയുണ്ട്. ഏതായാലും മൈഫിൻ്റെ ഓപ്പണിംഗ് അവേഴ്സിന്റെ ഒരു ടൈം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റു കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും ഒപ്പം തന്നെ ഡീറ്റെയിൽസും സ്റ്റോക്കിൻ ന്യൂസും മാർക്കറ്റിംഗ് അപ്ഡേറ്റും ഒക്കെ ആയിട്ട് നാളെ രാവിലെ 9:30 വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.